നിഷേധവും അവഗണനയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന ഗുരുവിനോടാണ്. ഞാൻ കോയമ്പത്തൂര് അവിടുത്തെ ഒരു നായർ സമാജം, അത് NSS ഡയറക്ടറിന് കണക്ട് ആണെന്ന് എനിക്കറിയില്ല, വലിയൊരു സമാജമാണ്. അവിടെ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിട്ട് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 100-300 പേരുണ്ടാക്കാം, വലിയ ഹാള്, ഉച്ചയ്ക്ക് സദ്യ, അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഇരുന്ന അതിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, എന്തായാലും ഈ കോയമ്പത്തൂര് ഇത്ര വലിയൊരു സമ്മേളനം ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എന്നെ അടിസ്ഥാനമാക്കി നടത്തുന്നതിൽ നിങ്ങൾ വിജയിച്ചു, അതൊരു വലിയ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സ്വാമി ഒരു കഥ കേൾക്കണോ? ഞാൻ ചോദിച്ചു, എന്താണ്? ഇങ്ങനെ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ NSSൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ ഈ തീരുമാനമെടുക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിച്ചു. ഇങ്ങനെ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം നമുക്ക് സമുചിതമായി ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എണീറ്റ് എന്ന് പറഞ്ഞത്, കണ്ട ചട്ടമ്പികളുടെ ഒന്നും ജന്മദിനം ആഘോഷിക്കാൻ NSSന് പറ്റില്ല. ഞാൻ പറഞ്ഞു, ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് പറയുന്നത്. ഉടൻ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് രസകരം. ഞാൻ തിരുവനന്തപുരത്ത് ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ഈ ചട്ടമ്പി സ്വാമി ഒരുത്തരും കൂടെ കിടന്ന് കുസ്തു പിടിക്കുന്നു. ഇവിടെ ഉത്തരഖണ്ഡ മൈതാനം. മണക്കാട് നാരായണപിള്ളയാണ് ചട്ടമ്പി സ്വാമി എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തം പേറുന്നവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതാണ് നമ്മുടെ അജ്ഞത. ഒരു ഗുരു ഏറ്റവും വലിയ ഗുരുവായിട്ട് മാറുന്നത് താനൊരു ഗുരുവല്ല എന്ന് പറയുന്നത്. തനിക്ക് ലോകം തരുന്നതെല്ലാം നിഷേധിച്ച് നിൽക്കുന്നവരാണ്. NSSൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് നായന്മാർക്കൊരു ഗുരു വേണമല്ലോ എന്ന് അപ്പോഴാണ് തോന്നിയത്. ശ്രീനാരായണ ഗുരുദേവനെ ഉയർത്തിയപ്പോൾ പിന്നെ നമ്മുടെ പഴയ ഗുരുക്കന്മാരൊക്കെ എടുക്കുന്നത് അതിലെങ്കിലും നായരുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് വരും. അതിൽ ചട്ടമ്പി സ്വാമിയെ ഗുരു ആക്കാൻ തീരുമാനിച്ചു സമുദായത്തിന്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഗുരുവിനെ ഒരു സമുദായത്തിന് ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പ്രമേയം പാസ്സാക്കി. അതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമിയോട് ചെന്ന് പറഞ്ഞു, സ്വാമി അറിഞ്ഞില്ലേ, NSS കമ്മിറ്റി കൂടി NSSൻ്റെ ഗുരുവും നായർ സമുദായത്തിൻ്റെ ഗുരുവും ചട്ടമ്പി സ്വാമി ആയിരിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കുറിച്ച് ഒരു മണൽപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞത്രേ, അവന്മാരോട് പറയണം, എന്നെ പൊക്കിയിടല്ലേ, ഞാൻ തകർന്നു പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു ഗുരുവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ, ഒരു മാർക്കറ്റഡ് പ്രോഡക്റ്റ് ആക്കുവാൻ ഒരു സമുദായത്തിന് എളുപ്പമല്ല. ആരെയും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനു വേണ്ടിയുള്ള വേഷങ്ങൾ ധരിക്കണം, അതിനു വേണ്ടിയുള്ള വാചകങ്ങൾ പറയണം, അതിനുവേണ്ടിയുള്ള കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ സമൂഹത്തിൽ ഉയർന്നത് ഇതൊന്നും ചട്ടമ്പി സ്വാമി. അദ്ദേഹം ഇത്ര അഗാധമായ രീതിയിൽ ചിന്തിക്കുകയും ഇത്ര പാണ്ഡിത്യമുള്ള ആളുമായിരുന്നു എന്ന് ഈ യുവതലമുറയ്ക്ക് പോട്ടെ, പ്രായമുള്ള ആളുകൾക്ക് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ. അദ്ദേഹത്തിന് വേണ്ടി ഇന്നത്തെ ഭാഷയിൽ പറയണമെങ്കിൽ ഒരു ഏജൻസിയും വർക്ക് ചെയ്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനാണ് ഇപ്പോഴും സമൂഹം. എത്ര വർഷങ്ങൾ മുമ്പാണ് ആ മനുഷ്യൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത്? ഞെട്ടി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്ര അഗാധമായി പഠിക്കുകയും പറയുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നുമില്ല. ഇന്നും സ്ത്രീ എന്തോ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന് കഷ്ടകാലത്തിന് ഭൂമിയിൽ വന്ന ആണ്. അവളെ നമ്മൾ സംരക്ഷിക്കുകയൊക്കെ വേണം. നമ്മുടെ വീട്ടിലെ പശുവിനെ സംരക്ഷിക്കുമല്ലോ, അതുപോലെ സംരക്ഷിക്കണം. പക്ഷെ ഒരിക്കലും അവർ നമ്മുടെ തുല്യരല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ്. ഞാൻ ഏകലവ്യ ആശ്രമത്തിൻ്റെ ഹെഡാണ്. ഞങ്ങളുടെ എല്ലാ ആശ്രമങ്ങളിലും സ്ത്രീകളാണ് ഉണ്ടാകുന്നത്. അവരാണ് ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത്. ഏതാണ്ട് 50 വർഷമായിട്ട് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന അമ്പലങ്ങളുടെ ഞങ്ങളുടെ. ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കയറിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രഹ്മചാരികളെല്ലാം ഓടിപ്പോയി.
എല്ലാം ചോദിക്കാറുണ്ട്, ആശ്രമത്തിലൂടെ സ്ത്രീകൾ വന്നുള്ളൂ. കാര്യം എന്താണ്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രഹ്മചാരികളായിരുന്ന കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കയറുമ്പോൾ സഹിക്കും. അന്നത്തെ പുതിയ തലമുറ കാര്യം ഞാൻ പറയാം. ഇപ്പോഴോ ഞാൻ ഒരിക്കലും വേദിയിൽ വെച്ചൊരു പള്ളിയിലച്ഛനെ വെല്ലുവിളിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു, സ്ത്രീ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, ക്രിസ്തുമതം ഇവിടെ പ്രചരിച്ചില്ലായിരുന്നെങ്കിലും. ഞങ്ങളുടെ കോളേജുകളിലൂടെ, ഞങ്ങളുടെ സ്കൂളിലൂടെ സ്ത്രീ സമത്വം ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അത് ക്രിസ്തുമതത്തിൻ്റെ വരദാനമാണ് അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു വെല്ലുവിളി നടത്തി. ഞാൻ ആശ്രമത്തിലെ ഒരു സന്യാസിയാണ്, വളരെ ചെറുപ്പത്തിൽ സന്യാസം സ്വീകരിക്കാറുണ്ട്. എൻ്റെ സ്കൂട്ടറിൽ പിന്നിൽ ഒരു സന്യാസിനിയെ വച്ചുകൊണ്ട് പോകാൻ എനിക്ക് ഒരു മടിയില്ല. എത്രയോ വർഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ പിറകെ വെച്ച് റോഡിൽ കൂടെ പോകും, അതിനുള്ള ധൈര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ധൈര്യമില്ല. ഞങ്ങളുടെ സമൂഹ സമ്മതിക്കും. സ്ത്രീക്ക് ആദരണീയമായ കുറെ വചനങ്ങൾ കൊണ്ട് അവളെ ആഭരണങ്ങൾ അണിയിച്ച് ഒതുക്കി നിർത്തും, അവളെ സ്ത്രീകോവിൽ നിർത്തും. അവൾ ഒരിക്കലും പുരുഷന് തുല്യമല്ല എന്ന് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും സമൂഹം. ഇട്ടിയമ്മ ചാടിയാൽ പൊട്ടിയം പരമ്പര കെട്ടില്ലേ. അതിനപ്പുറത്തേക്ക് സ്ത്രീ പോകരുത്. വിശുദ്ധ ഖുർആൻ വായിച്ച് 4 ചുവരുകൾക്കുള്ളിൽ പുറത്തു പോകാൻ പാടില്ല സ്ത്രീ. ഞങ്ങളുടെ ആശ്രമത്തിൽ വളർന്നൊരു പെൺകുട്ടി നന്നായിട്ട് വിശുദ്ധ ഖുർആൻ വായിക്കും. അപ്പൊ ഞങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ലെറ്ററൊക്കെ അയച്ചിട്ട് അവിടെ ഖുർആൻ പാരായണം സ്ത്രീകളെ കൊണ്ട് നടത്തുന്നതിന് ആ കുട്ടി പോയി പാരായണം നടത്തി. അവര് ടെലികാസ്റ്റ് ചെയ്തു, അത് പ്രക്ഷേപണം ചെയ്തു. ഭയങ്കര എതിർപ്പുണ്ടായി. സ്ത്രീകളുടെ ശബ്ദം 4 ചുവരുകൾക്ക് അപ്പുറം പോകുന്നില്ല. പ്രായോഗികമായി സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, മറ്റാണ്, മറിച്ചാണ് നമ്മൾ പറയും. പക്ഷേ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ സ്ത്രീയെ സ്വന്തം സുഹൃത്തായി അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പോഴൊക്കെ സംവരണത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം ജനാധിപത്യത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചട്ടമ്പി സ്വാമിയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇത്രയധികം ആഴത്തിൽ ചിന്തിച്ച ഒരു ഗുരു അന്ന് കാലത്തൊന്നല്ല, ഒരു കാലത്തുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വിഷയത്തെ പ്രൊജക്റ്റ് ചെയ്തില്ല. ഞാൻ ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഒരുപാട് പേര് സംസാരിക്കും. ആ സ്വാതന്ത്ര്യത്തെ ഒരുപാട് ദുരുപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ചട്ടമ്പി കാണുമല്ലോ ഏത് കൂട്ടത്തിലും. അതുകൊണ്ട് പുരുഷൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്താൽ പുരുഷനെ പോലെ സ്വതന്ത്രമാകുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ രാത്രി 12 മണിക്ക് അവിടെയൊക്കെ PSCക്ക് ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് ഹോസ്റ്റലുണ്ട്. അവരൊക്കെ രാത്രി പഠിച്ച് തളരുമ്പോൾ വന്ന് ഞങ്ങളുടെ റോഡിൻ്റെ ഫ്രണ്ടിൽ അടിക്കുന്ന സെറ്റ് വിളിച്ച് വിളിക്കും. കാരണം പുരുഷൻ സെറ്റ് വിളിക്കാം, എനിക്ക് വയ്ക്കും. പുരുഷൻ മദ്യപിക്കും, അവിടെ എനിക്ക് വയ്ക്കും. വൈ ഷുഡ് ഓൾ ദ ബോയ്സ് ഹാവ് ദ ഫൺ എന്ന് ചോദിക്കുന്ന ചോദ്യം പരസ്യങ്ങളിൽ പോട്ടെ. ഈ വൃത്തിയുടെ പുരുഷന്മാർക്ക് മാത്രം പാടുള്ളൂ, ഞങ്ങൾക്ക് കൂടെ പാടില്ലേ? ആ സ്ത്രീ പുരുഷന്മാർ കാണിക്കുന്ന വൃത്തികേടുകളെ അനുകരിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നില്ല. പുരുഷന്മാരോടൊപ്പം എല്ലാത്തിലും വളരണം. പണ്ട് കൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചോദിച്ചു, സ്ത്രീകൾക്കിടയിൽ ഒരു വ്യാസനുണ്ടോ? എന്നെ പഠിപ്പിച്ച അദ്ദേഹം ആണ്. അദ്ദേഹം ഒരു വ്യാസനുണ്ടോ? ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എന്നു തൊട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങി, എന്നു തൊട്ട് അവളൊരു എഞ്ചിനീയറും ഡോക്ടറുമാക്കി. വിദ്യാഭ്യാസം വന്നതിന് ശേഷം പോലും അവൾക്ക് പറഞ്ഞിരുന്നത് നഴ്സിംഗാണ്. പല തരത്തിലും ഒരാളെ അടച്ചിട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവർക്ക് കടന്നു വരാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ചട്ടമ്പി സ്വാമി ഒരു തീജ്വാലയായിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ തീജ്വാല ഊതി കത്തിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ പേരൊക്കെ. അതുപോലെ ശൂദ്രന് ഒരിക്കലും വേദം പാടില്ല. ഇവിടെ പ്രബന്ധങ്ങളൊക്കെ ആളുകൾ മഹാന്മാരെന്ന് പറഞ്ഞു. നിങ്ങളൊരു ശ്ലോകം കേട്ടില്ലേ? ശൂദ്രൻ വേദം കേട്ടാൽ കാതിൽ ഈയം ഇരിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് മനോഹരമായ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടു. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഈയം എന്തിനാണ് ഉരുകുന്നത്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ പാത്രങ്ങൾ ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരാളുണ്ട്. എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇട്ട് വെളിയിട്ട് കൊടുക്കും. ഈയം ഒഴുക്കി അതിൽ ഒട്ടിക്കും. അപ്പോൾ ദ്വാരങ്ങളെല്ലാം അടയും. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ അത് പോകില്ല. അതുപോലെ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ശൂദ്രനെ നമ്മൾ വേദം പഠിപ്പിച്ചാൽ
ഒരിക്കലും അവൻ മറക്കാത്ത രീതിയിൽ പഠിപ്പിക്കണം എന്നതിന് ഒരു ഉപമയായി ഉപയോഗിച്ചതാണ് അത് എന്ന്. അല്ല, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ശൂദ്രന്മാരെ നിരത്തിയിരുത്തിട്ട് എല്ലാത്തിൻ്റെ കാലിൽ ഈയം ഉരുക്കി ഒഴിച്ചൊരു കഥ? അങ്ങനെ കഥയേ ഇല്ല. നമ്മുടെ വേദങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം വ്യാസനല്ലേ? അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാരത സംസ്കാരം ഉണ്ടാകുമായിരുന്നു. വാൽമീകി ഇല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നു. വാൽമീകി ഭംഗി എന്ന് പറയുന്ന പറയ സംബന്ധത്തിൽ ജനിച്ച ആളാണ് രത്നാകരൻ. വ്യാസൻ ജനിച്ചത് മുക്കുവനായിട്ടാണ്, നാരദൻ ജനിച്ചത് ചണ്ടാളനായിട്ടാണ്, ശ്രീഷൻ ജനിച്ചത് യാദവനായിട്ടാണ്. എവിടെ ചെന്നാലും ബോർഡുകൾ മുഴുവൻ താണജാതിക്കാരൻ ഇന്നും നമ്മൾ പറയുന്ന ആളുകളുടെ ബോർഡേ ഉള്ളൂ. ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പനെ ദുര്യോധന്റെ മകൾക്ക് കല്യാണം ആലോചിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? കൊട്ടാരമായിട്ട് ചില ബന്ധങ്ങളെ കൊണ്ട് ശരി തന്നെ, പക്ഷെ അവൻ താണജാതിക്കാരനാണ്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ജരാസന്ധൻ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തില്ല? അവൻ ക്ഷത്രിയനല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ജാതി ഭ്രഷ്ടിന് ഇരയായ ആളാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താണജാതിക്കാർ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ ഒരിക്കലും പാടില്ലാത്ത യുക്തികൾ. രാമായണം മേൽജാതിക്കാർ മാത്രമേ വായിക്കാൻ. നിങ്ങൾ എഴുതിയ ആളുപോലും ഭംഗി പറയ ജാതിയിലുണ്ട്, തോട്ടിമാരെന്ന് പറയുന്ന വർഗമുണ്ട്. അപ്പോൾ ഒരിക്കലും ജാതി എന്ന് പറയുന്ന ചിന്ത ഇല്ലാതിരുന്ന ഒരു മതത്തിനകത്ത് എന്തുകൊണ്ടോ ഈ ജാതി എന്ന് പറഞ്ഞ ക്യാൻസർ വന്ന് കയറി ഒരുപാട് നശിപ്പിച്ചു നമ്മുടെ വിവേകാനന്ദ സ്വാമി തിരുവനന്തപുരത്ത് അദ്ദേഹം മലബാറിൽ വന്നപ്പോൾ പറഞ്ഞതാണ് കേരളം ഒരു ഭ്രാന്താലയം അല്ലേ. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് ആരാണെന്നറിയോ? എടുത്തെടുത്ത് വീണ്ടും വീണ്ടും മലയാളികളാണ്. നോർത്ത് ഇന്ത്യയിൽ ആർക്കും അറിഞ്ഞൂടാ, വിവേകാനന്ദ സ്വാമിക്ക് അറിഞ്ഞൂടാ. മലയാളികൾ ഏത് വേദിയിൽ ഇങ്ങനെ പറയും കേരളം ഒരു ഭ്രാന്താലയമാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു. എന്താ നോർത്ത് ഇന്ത്യയിൽ മതഭ്രാന്തില്ലായിരുന്നു? നോർത്ത് ഇന്ത്യയിൽ മതഭ്രാന്ത് ഉണ്ടായിട്ട് മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും തമ്മിൽ യുദ്ധം ചെയ്ത് 100 കണക്കിന് ആളുകൾ കൊന്നിട്ടുണ്ട്. ശൈവന്മാരും വൈഷ്ണവന്മാരും ഏറ്റുമുട്ടി എത്ര പേര് മരിച്ചു? കേരളത്തിൽ അങ്ങനെ താഴ്ജാതിക്കാരും മേൽജാതിക്കാരും യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. രാവണൻ ശൂദ്രന്മാരെ കാണാതിരിക്കാൻ വേണ്ടി കൂവി വിളിച്ചുകൊണ്ട് തീവെട്ടി പോകുമ്പോൾ ഓടുകയും അത് നമ്പൂരിപ്പാട്ടെ വീട്ടിൽ വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു. അത്തരത്തിലൊരു ജാതി വ്യവസ്ഥ. എല്ലാ ജാതിയും പറയരും പുലയരും അതിൽ മേൽജാതിക്കാരുണ്ട്. രാജഭരണായന്മാരാണെങ്കിൽ വേറെ ഒരു ജാതിക്കാരനെ ആ നാട്ടിൽ കയറുന്നത്. ആ ഒരു വൃത്തികെട്ട തേമൽ പോലെ ശരീരത്തിലുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ വിവേകാനന്ദ സ്വാമി ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൈയടിച്ചത് മലയാളികളാണ്, ഇന്നും കൈയടിക്കുന്ന മലയാളികൾ. അതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമി പറഞ്ഞൊരു കമന്റ് എന്താണെന്ന് അറിയാം? ഒട്ടും പ്രസിദ്ധി കിട്ടിയിട്ടില്ലാത്തൊരു കമന്റാണ്. എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ ഗോവിന്ദൻകുട്ടി നായരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേറക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ടി.കെ. വേലുപ്പിള്ള എന്ന് പറയുന്ന സ്റ്റേറ്റ് മാനുവൽ എഴുതിയ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് നന്ദ്യാരൂപിൽ പരമേശ്വരനുള്ള എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടെയാണ്. അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റ് ആയിരുന്നു മദ്രാസിൽ. വിവേകാനന്ദ സ്വാമി മദ്രാസിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര കെട്ടിയ വണ്ടിയിലെ കുതിര മാറ്റിയിട്ട് കുറേ ചെറുപ്പക്കാർ വലിച്ച കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹവുമായിട്ട് സംസ്കൃതത്തിൽ സംസാരിക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവനും എപ്പോഴും തമ്പാനൂരിൽ ഇപ്പോഴുള്ള ആ വീട്ടിൽ ചെല്ലുമായിരുന്നു, നമ്പ്യാർ വീട്ടിൽ. അതിലെ ആ മുത്തശ്ശൻ ടി.കെ. വേലുപ്പിള്ളയോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ പറഞ്ഞാണ് ഞാൻ അന്ന് എഴുതിയത്. കേരളത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. ഞാൻ ഒരുപാട് പ്രശ്നമുണ്ട്, ഞങ്ങൾ ഇതുവരെ കേട്ടില്ല. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ടിപ്പിക്കൽ റിമാർക്ക് ഇതായിരുന്നു, എന്താ സ്വാമി ചികിത്സയ്ക്കാണോ കേരളത്തിൽ എഴുതുന്നത്? അതാണ് അദ്ദേഹത്തിൻ്റെ ആ മലയാളി എന്ന് പറയുന്ന ഒരു ബോധം. മലയാളികളെല്ലാം ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമില്ല. സ്വാമി ചികിത്സയ്ക്കാണ് ഇവിടെ വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻസ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പലരും വിചാരിച്ചിരിക്കുന്ന ഈ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഗുരുക്കന്മാരാണ്. അങ്ങനെയല്ല. ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങൾക്ക് അമ്മൂമ്മമാർ പറഞ്ഞറിയാം, കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു അവർ. ചെറിയ ചെറിയ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു അമ്മൂമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, അടുക്കളയിൽ എൻ്റെ അമ്മൂമ്മയോട് പറഞ്ഞത് അടുക്കളയിൽ പപ്പടം ചുടുമ്പോൾ ഈ ശ്രീനാരായണനും ചട്ടമ്പി സ്വാമി രഹസ്യമായിട്ട് പപ്പടം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് മാവിൻ്റെ രണ്ടും കൂടെ തിന്നിരിക്കും. കൊച്ചു കുട്ടികളെ പോലെയാണ് അവർ പലപ്പോഴും പെരുമാറിയിരിക്കുന്നത്. പക്ഷെ അഗാധമായ സാഗരമായിരുന്നില്ലേ രണ്ടുപേരും. സംസ്കൃതത്തിൽ ഏറ്റവും നന്നായിട്ട് അവർ സംസാരിച്ചിരുന്ന ആളുകളാണ് അന്ന്. അതാണ് വിവേകാനന്ദ സ്വാമിക്ക് ഭയങ്കരമായിട്ട് ഇവർ ഇംപ്രസ് ചെയ്തത്. അതുപോലെ ചട്ടമ്പി സ്വാമി ചിന്മുദ്രയെ കുറിച്ചുള്ള ആ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്ത് വിവേകാനന്ദ സ്വാമി ഞെട്ടിച്ചുള്ളത്. ഇത്രയധികം ഗൗരവമുള്ള, അതീവ ഗൗരവമുള്ള ഒരു വിഷയം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം
ശക്തമായി നിന്ന് പോരാടിയ ഒരു മനുഷ്യൻ, പല ഗുരുക്കന്മാരെ സൃഷ്ടിച്ച മനുഷ്യൻ. തിരുവനന്തപുരത്ത് അഭേദാനന്ദ സ്വാമി എങ്ങനെയാണ് സന്യാസിയായത്? ഒരു മഹാഗുരുവിനെ നമ്മൾ തിരിച്ചറിയുന്നത് അദ്ദേഹം മിഡാസ് എന്ന രാജാവിനെ പോലെ തൊടുന്നതെല്ലാം സ്വർണ്ണമായിട്ട് മാറുമ്പോഴാണ്. ന്യായചിഗ്രയിലൂടെ അദ്ദേഹം നടന്നു പോകുന്നു ചട്ടമ്പിസ്വാമി. അന്ന് സന്യാസിമാരെന്ന് വെച്ചാൽ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പണ്ടാരങ്ങളാണെന്നാണ് നമ്മുടെ നാട് വിശ്വസിച്ചത്. എപ്പോഴും സന്യാസിയെ ആക്രമിക്കുമല്ലോ. ഏതോ അധ്യാപകന്മാര് ഇളക്കി വിട്ടുകൊടുത്ത് പിള്ളേരെ, എടാ നിന്നെ പിടിച്ചോണ്ട് പോകാം, അങ്ങനെയുള്ള ആളാണ്. പിള്ളേരെ കൂടെ കല്ലെറിഞ്ഞു ചട്ടമ്പിസ്വാമി. ആ കല്ലെറിഞ്ഞ് ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടും തിരിഞ്ഞെന്ന് നോക്കാതെ ചട്ടമ്പിസ്വാമി മുന്നോട്ട് പോകുമ്പോൾ ഒരു കുട്ടി മാത്രം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ കുട്ടിയാണ് സ്വാമി അഭേദാനന്ദൻ എന്ന് പറയുന്നത്. ചിന്മയാനന്ദ സ്വാമിയുടെ തറവാട്ടിൽ ചെന്നിട്ട് ചട്ടസ്വാമി ചിന്മയാനന്ദനെ എടുത്ത കുട്ടിയായിരുന്നു, വളരെ കുട്ടി. ആ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് താലോടിച്ചിട്ട് പറഞ്ഞു, ഇവന് വലിയൊരു ഭാവിയുണ്ട്. ആ ആളാണ് ചിന്മയാനന്ദ സ്വാമിയുടെ പറയുന്നത്. ഇതാണ് യഥാർത്ഥ ഗുരുവിൻ്റെ ഒരു ലക്ഷണം. അദ്ദേഹം ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് ഇരുമ്പിനെ കാന്തമാക്കി മാറ്റുന്നത്, അതുപോലെ മറ്റുള്ളവരെ സ്പിരിച്വലിസ്റ്റുകളാക്കി മാറ്റുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ആ അളവ് വെച്ച് നോക്കുമ്പോഴും ചട്ടമ്പിസ്വാമി ഒരു വലിയ വിജയമായിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹം സമൂഹത്തിനോട് ചെയ്ത സേവനങ്ങൾ ഒരിക്കലും അത് വേണ്ടുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞില്ല. അതിന് പകരം അദ്ദേഹം ചെയ്ത എന്ന് പറയപ്പെടുന്ന ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു നടന്നു. പട്ടി സദ്യ കൊടുത്തതും ഇതൊക്കെ ഇനി വരുന്ന തലമുറ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ കാണിച്ചതിൽ ലോകത്ത് നിൽക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മാർക്കറ്റിംഗ് കമ്പനിയും HR ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ മഹർഷിയായിട്ട് മാറും. എൻ്റെ ഗുരുവിന് സ്വാമി സത്യാനന്ദ സരസ്വതി, അദ്ദേഹം എനിക്ക് ആശ്രമത്തിരിക്കുമ്പോൾ ഒരു നോട്ടീസ് അദ്ദേഹത്തിൻ്റെ വിട്ടുകൊടുത്തു. അവിടെ ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്, വളരെ സരസനായ മനുഷ്യനാണ്. അദ്ദേഹം ആ നോട്ടീസ് കൊടുത്തൊന്ന് വായിക്കണേന്ന്. അദ്ദേഹം വായിച്ചപ്പോൾ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി എഴുതിയിരിക്കുന്നു. ആശ്രമം നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാമി ഇദ്ദേഹത്തെ വിളിച്ചു, ഗോപാലകൃഷ്ണൻ സാറേ ഇതായി ജഗദ്ഗുരു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അങ്ങ് എതിർക്കരുത്, വലിയ അത്യാവശ്യമാണ്. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താണ് അത്യാവശ്യം? അങ്ങേ ഇനി ജഗദ്ഗുരു എന്നാണ് ഞങ്ങൾ വിളിക്കാൻ പോകുന്നത്. സ്വാമി ചോദിച്ചു, എന്തിന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങ് ജഗദ്ഗുരു ആയാലേ ഇവിടെ ചിലർക്ക് ദേശീയ ഗുരു, ചിലർക്ക് സംസ്ഥാന ഗുരു, ചിലർക്ക് ജില്ലാ ഗുരു ഒക്കെ ആകാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് ജഗദ്ഗുരു. ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് നടക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ച്. ഇത് ഒരു മാർക്കറ്റിംഗും വേണ്ട. എത്ര സുനാമി വന്നാലും വിവേകാനന്ദ പാറ ഉയർത്ത് തന്നെ നിൽക്കും. എത്ര കാലം കഴിഞ്ഞാലും ഒരു പക്ഷേ ഇനി ഒരു കാലം വരുമായിരിക്കും ചട്ടമ്പിസ്വാമിയുടെ ഗുണഗണങ്ങളെല്ലാം തിരിച്ചറിയും, അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ നിലവറ തുറക്കുന്നതുമായൊരു കാലം. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു യുവതലമുറ ജനിക്കുമായിരുന്നു. ആ യുവതലമുറ ജനിക്കുന്നതിന് വേണ്ടിയുള്ള ജാതകം നോക്കുന്ന ഒന്നായിട്ട് ഈ സെമിനാർ മാറട്ടെ. ഇത്ര ഗൗരവമായൊരു സെമിനാർ ഇത് സംഘടിപ്പിക്കുന്നതിൽ മോഹൻകുമാറും ജ്യോതീന്ദ്രനും ഒക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഇതിന് പപ്പടം വിളമ്പാൻ വേണ്ടി എന്നെ വിളിച്ച നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിൽ എൻ്റെ ആദരവുകൾ. നമസ്കാരം.